റിട്ടണും ഓറലും പാസ്സായി. ഇനി CUCക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് കിട്ടണം, ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവൻ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ എക്സാം പാസ്സായവർക്ക് ഹാർട്ടി കൺഗ്രാറ്റ്സ്. ഇതിൽ നമ്മൾ മുംബൈ MMDയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. സോ നമുക്കിത് സിമ്പിൾ ഈ ഒരു 5 സ്റ്റെപ്പിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റ്. നമ്മൾ ഫീസ് അടയ്ക്കുന്നത് ഭാരത് ഘോഷ് എന്നൊരു സൈറ്റ് വഴിയാണ്. ഇപ്പോൾ ഗൂഗിളിൽ ഭാരത് ഘോഷ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു പേജിലേക്ക് എത്തും. അതിൽ നമ്മൾ ക്വിക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നോൺ രജിസ്റ്റേർഡ് യൂസർ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജ് വരും. ഇതുപോലെ പേയ്മെൻറ്റ് പേർപ്പസിൻ്റെ വെച്ചിട്ട് അതിൽ ഇൻഡിവിജ്വൽ എന്ന് കൊടുത്തിട്ട് പേർപ്പസിൻ്റെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിനിസ്ട്രിയും പേർപ്പസും സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ മിനിസ്ട്രിയിൽ ഷിപ്പിംഗ് സെലക്ട് ചെയ്യണം. ആ പേർപ്പസ് എന്നുള്ളതിൻ്റെ സെർച്ച് ഐക്കണിൽ സെലക്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു പേജിലേക്ക് വരുള്ളൂ. അതിൽ ഷിപ്പിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെ തന്നെ പേർപ്പസ് ഇങ്ങനെ കാണിക്കും. എക്സാം ഫീ പേയബിൾ ടു ഷിപ്പിംഗ് മുംബൈ, കൊൽക്കത്ത. അതിൽ MMD മുംബൈ നോക്കി സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും MMD ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഫീസ് 3000 എൻട്രി ചെയ്യുക. റിമാർക്സിൻ്റെ അവിടെ ETU COC ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻഡോസ് നമ്പർ കൊടുക്കുക. ക്യാപ്ചർ ഫില്ല് ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇതുപോലെ ഡീറ്റെയിൽസ് കാണും. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇതുപോലൊരു അഡ്രസ് പേഴ്സണൽ പേജിലേക്കാണ് പോവുക. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നെയിം അഡ്രസ്സൊക്കെ കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരും. ഇതെല്ലാം ഒരു ഡബിൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് പേയ്മെൻറ്റിൻ്റെ പേജിലേക്കായിരിക്കും. അതിൽ നിങ്ങൾ എങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് UPI ഓപ്ഷനും ഉണ്ട്. നിങ്ങളുടെ എളുപ്പത്തിനുള്ള ഏത് മെത്തേഡാണോ ആ മെത്തേഡ് വഴി ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു റെസീറ്റ് ജനറേറ്റ് ആവും. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വയ്ക്കണം. നമുക്ക് ലേറ്റർ ആവശ്യം വരും. സോ ഇതാണ് ഫീ പേയ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ് സെഗ്രിഗേഷൻ. മുംബൈ MMDയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. നമുക്ക് എക്സിസ്റ്റിംഗ് COC ഇല്ലാത്ത കാരണം നമ്മൾ അതെടുക്കുന്നില്ല. ഇൻഡോസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ഇൻഡോസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂ പ്രൊഫൈൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് വരില്ലേ, അതിൻ്റെ 2 കോപ്പി എടുത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഞാനൊരൊറ്റ ഷീറ്റിൽ സ്കാൻ ചെയ്തിട്ടാണ് വെച്ചത്. അതിൻ്റെ 2 കോപ്പി. അത് കഴിഞ്ഞിട്ടുള്ള കോപ്പി ഓഫ് വാലിഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ അനക്ഷർ 4ഉം 5ൻ്റെയുമാണ് വേണ്ടത്. കോപ്പി വേണം. ഹൈ വോൾട്ടേജ് കോഴ്സ് ചെയ്തതിൻ്റെ 2 കോപ്പി. പിന്നെ ഫീ ഇപ്പം നേരത്തെ നമ്മളൊരു റെസിപ്റ്റ് കിട്ടിയില്ലേ, അതിൻ്റെ 2 കോപ്പി. പിന്നെ എക്സാം റിസൾട്ട് പാസ്സായതിൻ്റെ കോപ്പി. അതിൻ്റെ കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്, ഇതും നമ്മൾ ഫിൽ ചെയ്യണം. ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 35x35 mm സൈസിൽ 10 നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു A4 ഷീറ്റിൽ 5 സ്പെസിമെൻ സിഗ്നേച്ചർ ബ്ലൂ ഇങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളർ ത്രെഡഡ് എൻവലപ്പ് 10x14 ഡയമെൻഷൻ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് നമ്മുടെ അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ എഴുതിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. പിന്നെ വേണ്ടത് ഫോം 29 ആണ്. ഫോം 29 നമുക്ക് DGന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിലെ പേജ് നമ്പർ 4, 10, 14 ആൻഡ് 20 ഈ പേജസിൽ നമ്മൾ സിഗ്നേച്ചർ ഇടുന്നുണ്ട്. അതിൽ 10 and 20 നമ്മൾക്ക് 4 ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടാവും. അഗെയിൻ സ്പെസിമെൻ സിഗ്നേച്ചർ പോലെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 4 ബോക്സിലും നമ്മൾ സൈൻ ചെയ്യണം. 4th വൺ സെൽഫ് അറ്റസ്റ്റേഷൻ. സെൽഫ് അറ്റസ്റ്റേഷനിൽ നമ്മൾ എന്തിൻ്റെയൊക്കെ കോപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിലെല്ലാം നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ബൈ സോ ആൻഡ് സോ എന്ന് എഴുതിയിട്ട് ഒരു ഡേറ്റ്, നമ്മൾ എന്നാണോ സൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റും കൂടെ എഴുതണം. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് സെൽഫ് അറ്റസ്റ്റഡ് ബൈ സോ ആൻഡ് സോ ഡേറ്റ് സൈൻ. ഇപ്പോൾ മുംബൈ MMDയിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാം. ഒരെണ്ണം ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് കൊറിയർ ചെയ്യാം, അതല്ലെങ്കിൽ സ്കാൻ കോപ്പി ആയിട്ട് അയച്ചിട്ട് നമുക്ക് ഫോട്ടോവും A4 ഷീറ്റിലുള്ള സ്പെസിമെൻ സിഗ്നേച്ചറും മാത്രമായിട്ട് നമുക്ക് കൊറിയർ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു PDF ഉണ്ട്. സോ അത് ഞാൻ ഡ്രൈവിൽ ഷെയർ ആക്കി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ PDFും അതിൽ തന്നെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാനുള്ളതിൻ്റെയും പിന്നെ ഫോട്ടോ എങ്ങനെ എടുക്കണം, നമ്മൾ സിഗ്നേച്ചർ ഇടുമ്പോൾ എങ്ങനെയൊക്കെയാണ് സിഗ്നേച്ചർ ഇടേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡൂ ആൻഡ് ഡോൺസ് ഇതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ ആൻഡ് ഐ വിൽ റെസ്പോണ്ട്. ഞാൻ എങ്ങനെയാണ് അയച്ചത് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പി എടുത്ത് ഞാൻ കൊറിയർ വഴിയാണ് അയച്ചത്. സോ ഈ എല്ലാ കോപ്പീസും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 10x14 എൻവലപ്പും ഇതെല്ലാം കൊള്ളാവുന്ന വേറൊരു കൊറിയർ കവറിലിട്ടിട്ടാണ് ഞാൻ MMDക്ക് കൊറിയർ ചെയ്തത്. അപ്പോൾ 5th വൺ, കൊറിയറിങ് ടു MMDയിലേക്ക് ബ്ലൂ ഡാർട്ട് വഴി മാത്രം കൊറിയർ ചെയ്യുക. കാരണം വേറെ ഒരു കൊറിയർ സർവീസും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ബ്ലൂ ഡാർട്ട് വഴി കൊറിയർ അയക്കുക. ഈ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ COC ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ ഇതാണ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ everyone who are attending the exam. And thank you for watching.